നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മലക്കപ്പാറയിൽ വീണ്ടും കൊമ്പൻ കബാലിയുടെ വിളയാട്ടം. ജനങ്ങളെ ഭീതി അകറ്റാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയതായി ADM ടി മുരളി. തൃശൂർ താന്യത്ത് നിന്ന് പോലീസ് ചമഞ്ഞ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി. എറണാകുളം സ്വദേശികളായ ബിനിൽ, നിധീഷ്, ആന്റണി റോഷൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിങ്ങോട്ടുകര സ്വദേശി വാഴൂ വീട്ടിൽ കൃഷ്ണദേവിനെയാണ് വീട്ടിൽ നിന്ന് കാറിലെത്തിയ 3-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. കടപ്പുറം കറുകമാട് തെരുവുനായുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. കടപ്പുറം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റംല അഷ്റഫിന്റെ വീട്ടിലെ ആടുകളെയാണ് ഇന്ന് പുലർച്ചെ കൂടുപൊളിച്ച് നായ്ക്കൂട്ടം കടിച്ചുകൊന്നത്. വടക്കാഞ്ചേരി അകമല വനമേഖലയിലെ തെരുവുനായ് പുനരധിവാസ കേന്ദ്രത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. അനുമതി നൽകിയിട്ടില്ലെന്ന് വടക്കാഞ്ചേരി നഗരസഭ. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് പുനരധിവാസ കേന്ദ്രമെന്ന് നാട്ടുകാർ. കൊടുങ്ങല്ലൂരിലെ എറിയാട് പഞ്ചായത്തിൽ നിർദ്ദിഷ്ട തീരദേശ പാതയ്ക്കായി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി റവന്യൂ വിഭാഗം സർവേ ആരംഭിച്ചു. പോലീസ് സംരക്ഷണത്തിലാണ് സർവേ നടന്നുവരുന്നത്. ചലച്ചിത്ര സംവിധായകൻ യു വേണുഗോപൻ അന്തരിച്ചു. കുസൃതിക്കുറുപ്പ്, ഷാർജ ടു ഷാർജ, ചൂണ്ട, സ്വർണം തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായിരുന്നു. ഗുരുവായൂരിൽ വീട്ടുമുറ്റത്തെ കിണറിൽ നിന്ന് ശബ്ദമുയരുന്നത് ആശങ്കയ്ക്കിടയാക്കി. ഇരിങ്ങപ്പുറം കാരയിൽ രാജന്റെ ഉടമസ്ഥതയിലുള്ള കിണറിൽ നിന്നാണ് വലിയ ശബ്ദവും വലിയ തോതിൽ വെള്ളം പൊങ്ങുകയും കിണറിലെ വശം ഇടിഞ്ഞു താഴുകയും ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനം അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്കിൽ ആചരിച്ചു. ബ്രഹ്മയോഗ കോർഡിനേറ്റർ KK കോമളകുമാർ ഉദ്ഘാടനം ചെയ്തു. യോഗാ ദിനത്തോടനുബന്ധിച്ച് അശ്വാരൂഢ യോഗാഭ്യാസവുമായി NCC കേഡറ്റുകൾ തൃശൂർ തെക്കേ ഗോപുരനടയിൽ യോഗാ പരിശീലനം നടത്തി. 600ഓളം NCC കേഡറ്റുകളാണ് യോഗാ പരിശീലനം നടത്തിയത്. കർഷക മോർച്ച തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളിയിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ജനതാ സ്കൂളിൽ നടന്ന യോഗാ ദിനാചരണം കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം സുനിൽ കളമശ്ശേരി ഉദ്ഘാടനം ചെയ്തു. BJP ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. യോഗാ ദിനാചരണം സീനിയർ ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ ബാബു ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ യോഗാ ദിനം ആചരിച്ചു. സ്ഥാപന മേധാവി ഡോക്ടർ D സുധാകർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ലോക്ക് റൂം നടത്തിപ്പിന് റെക്കോർഡ് ലേലത്തുക. മാള സ്വദേശി അഭിലാഷാണ് 1,55,555 രൂപയ്ക്ക് ക്ലോക്ക് റൂം നടത്തിപ്പ് ലേലത്തിൽ പിടിച്ചത്. ഇരിങ്ങാലക്കുട നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുജ സജീവ് കുമാർ അധ്യക്ഷയായിരുന്നു. കാളമുറി മസ്ജിദ് മുബാറക് മഹല കമ്മിറ്റിയും ജമാഅത്തെ ഇസ്ലാമി യൂണിറ്റും സംയുക്തമായി ഈദ് സൌഹാർദ്ദ സംഗമം നടത്തി. മുൻ അധ്യാപകൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാപക്ഷാചരണം സംഘടിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് MK ബാബു ഉദ്ഘാടനം ചെയ്തു. ഊരകം കിടൈക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. SSLC പരീക്ഷാഫലം വന്നതോടെ എരുമപ്പെട്ടി സർക്കാർ സ്കൂളിന് ചരിത്ര വിജയം. ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിന് ആദ്യമായാണ് 100% വിജയം കൈവരിക്കാനായത്. ആകെ 589 പേരാണ് പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. തൃശൂരടക്കം 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. മറ്റന്നാൾ കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. അഴകം യുവജന സംഘ വായനശാലയുടെ ആഭിമുഖ്യത്തിലുള്ള വായനാപക്ഷാചരണം റിട്ടയർഡ് പ്രിൻസിപ്പൽ TV ഗോപി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൌലോസ് ലീഹായുടെ തിരുനാളിന് കൊടിയേറി. ഫാദർ ഷിൻഡോ മാറോക്കി കൊടിയേറ്റ് നിർവഹിച്ചു. ഈ മാസം 30-നാണ് തിരുനാൾ. BJP വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടത്തി. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ, ജനറൽ സെക്രട്ടറിമാരായ S രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി.
SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും കൊടകര പഞ്ചായത്ത് അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും സ്വരൂപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മങ്ങാട് പഞ്ചായത്ത് ഗ്രൌണ്ടിൽ നിക്ഷേപിക്കുന്നതിനെതിരെ BJPയുടെ പ്രതിഷേധം. കായിക മത്സരങ്ങളും പരിശീലനവും നടക്കുന്ന ഗ്രൌണ്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP. മരത്തങ്കോട് റിട്ടയർഡ് CRPF ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. AKG നഗർ സ്വദേശിയായ വലിയപറമ്പിൽ വീട്ടിൽ 61 വയസ്സുള്ള പ്രേംകുമാറാണ് മരിച്ചത്. സീറോ മലബാർ സഭയിൽ ദിവ്യാർപ്പണവുമായി ബന്ധപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ സർക്കുലറിനെ ചൊല്ലി പ്രതിഷേധം ശക്തമാകുന്നു. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന സർക്കുലറിലെ തീരുമാനം സഭ നിയമസംഗതികൾക്കെതിരാണെന്ന് ചൂണ്ടിക്കാട്ടി ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു വിഭാഗം വൈദികർ പ്രതിഷേധ കുറിപ്പിറക്കി. നിയമന തട്ടിപ്പ് കേസിൽ കയ്പമംഗലത്ത് സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കുരിക്കുഴി AMUP സ്കൂൾ മാനേജർ കോതകുളം സ്വദേശി പ്രവീൺ വാഴൂരിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 25 ലക്ഷം മുതൽ 45 ലക്ഷം രൂപ വരെ അധ്യാപകരിൽ നിന്നും ഇയാൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. മടകത്ര കട്ടിലപ്പും വാരിക്കുളത്ത് കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയത്. കൊരണ്ടിപ്പുള്ളിയിൽ ഷാജിയുടെ പറമ്പിലെ 300ഓളം നേന്ത്രവാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വടക്കേ സ്റ്റാൻഡിന് സമീപമുള്ള ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് AG's ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് വള്ളം പിടിച്ചെടുത്തത്. തൃശൂർ യോഗ അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും നേതൃത്വത്തിൽ അന്തർദേശീയ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗാ ദിനാചരണത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും യോഗാ സ്ഥാപനങ്ങളിൽ നിന്നുമായി 500ഓളം പേർ യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് BJP കൌൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. നഗരസഭയിലെ 3 വാർഡുകളിലെ റോഡ് നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ ഹിയറിംഗ് ആണ് തടസ്സപ്പെട്ടത്. വടക്കുന്നാഥ ക്ഷേത്രം കിഴക്കേ ഗോപുരത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ തുടങ്ങി. പുരാവസ്തു വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിലവിലുള്ള മാതൃകയിൽ തന്നെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. തൃശൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ, യോഗാ ദിനം, സംഗീത ദിനം എന്നിവ സംയുക്തമായി ആഘോഷിച്ചു. തൃശൂർ സൈബർ സെൽ ASI അപർണ ലവകുമാർ ഉദ്ഘാടനം ചെയ്തു. പൗട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NCCയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പൗട്ടി ദേവസൂര്യ കലാവേദി അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. മുല്ലശ്ശേരി വേദ അക്കാദമി ഡയറക്ടർ ഡോക്ടർ സുവർദ്ധൻ ഗുരുക്കൾ യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പൗട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ ആചരിച്ചു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ ഓണത്തിന് ഒരു വട്ടിപ്പൂ പദ്ധതിക്ക് തുടക്കമായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം പാലപ്പെട്ടി ബീച്ചിൽ സ്ത്രീയുടെ മൃതദേഹം കരക്കടിഞ്ഞു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 50 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കടപ്പുറത്തടിഞ്ഞത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.